സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട്. ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. മാറ്റി 2 ചുമതലകൾ മാറ്റി 1 ചുമതല തുടരുന്നു. അത് സത്യത്തിൽ പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു, പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പം ലോകത്തിലെ മുഴുവൻ ആൾക്കും എന്താ തോന്നുന്നു, പേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന് അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അല്ല, ഞാനത് ബേസിക്കലായിട്ട് എൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെ അത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളെല്ലാം പറയാണ്, ഇത്രയും വലിയൊരു വികസനം നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ ഇന്നും ചോദിച്ചു, ലോക്കൽ PWDക്കാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഈ ഡിസൈനുമായി ബന്ധപ്പെട്ട്? ലോക്കൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഡിസൈനുമായി ബന്ധപ്പെട്ട്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കഴിവുള്ളവർ തന്നെയായിരിക്കും ദേശീയപാതയിലും, പക്ഷെ അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു ഇൻപുട്ട് കൂടെ കിട്ടിയാൽ മാത്രമല്ലേ ഓരോ പ്രദേശത്തിനും വേണ്ടുന്ന ഇപ്പം എവിടെയൊക്കെയാണ് അണ്ടർപാസ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഫ്ലൈ ഓവർ വേണ്ടത്, ഇതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടിയും ഒരു ചർച്ചയും താഴെത്തട്ടിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും വാട്ടർ അതോറിറ്റിക്കാർക്ക് പ്രശ്നമാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രശ്നമാണ്, ഒരു കോർഡിനേഷനും ഇല്ല. ഇത് കഴിഞ്ഞ എംപിമാരുടെ കോൺഫറൻസിൽ നമ്മൾ ഉന്നയിച്ചതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, വെള്ളപ്പൊക്കം ഗുരുതരമായിരിക്കും വീടുകളിൽ. ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല. ഇനിയിപ്പം പണി തുടങ്ങി കഴിഞ്ഞാൽ എത്രമാത്രം എക്റ്റിഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഇതിന് തന്നെ ഇപ്പം ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ, ഇപ്പൊ കായംകുളത്തെ ആളുകളുടെ പ്രശ്നം എത്ര നാളായിട്ട് അവർ ഉന്നയിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പേരിന് വേണ്ടിയുള്ള സമരമല്ലല്ലോ. കായംകുളം മാർക്കറ്റ്, അതുപോലെ നമ്മുടെ ആറാട്ടുപുഴ പോലെയുള്ള പഞ്ചായത്തുകൾ, അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ഉണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. ഇതിലാരും പദ്ധതിക്കെതിരല്ല. പദ്ധതി എടുത്തതോടൊപ്പം നമുക്കിപ്പം ഹൈവേ വേണമെന്ന് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഹൈവേ പോകുമ്പോൾ ഹൈവേയുടെ 2 ഭാഗത്തും താമസിക്കുന്ന ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിയിട്ടാണോ ഹൈവേ പോകേണ്ടത്? അല്ല, അതിന് കാരണമുണ്ട്. ഇപ്പൊ അരൂർ തുറവൂർ തന്നെ ഇത്രയും ഫ്ലൈ ഓവർ, ഇത്രയും 10 കിലോമീറ്ററിലധികം ഫ്ലൈ ഓവർ, ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ആണത്. അപ്രോച്ച് റോഡ് ശരിയാക്കി എടുത്തിട്ട് വേണമായിരുന്നു ആ പണി തുടങ്ങേണ്ടിയിരുന്നത്. ഇത് ദേശീയപാതയുടെ ലൈഫ് ലൈനല്ലേ ഇത്? ഏറ്റവും വലിയ എത്രമാത്രം വാഹനങ്ങൾ, എത്രമാത്രം യാത്രക്കാർ ആശ്രയിക്കുന്നത് ആ പണി. അതും നടക്കുന്ന പണിയോ ഏറ്റവും ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ നടക്കുന്നത്.